Hi all. So today what we are going to see is how to display an XML document using CSS. So അതായത് നമുക്ക് എങ്ങനെ ഒരു XML ഡോക്യുമെൻറ്റിനെ സ്റ്റൈൽ ചെയ്യാം, അതായത് നമ്മൾ നോർമലി സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫയലാണ് CSS file, that is cascading style sheet, where we will give the styling details in that CSS file, and ആ ഫയലിന് നമ്മളുടെ XML ഡോക്യുമെൻ്റ് ആയിട്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ HTML സ്റ്റൈൽ ചെയ്യാനും നമ്മൾ CSS ആണ് യൂസ് ചെയ്യുന്നത്. HTMLലോട്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ whatever style that is given inside that CSS file will be applied onto that HTML document. Same thing we can follow in the XML also. XMLൻ്റെ അകത്തുള്ള കണ്ടൻസിനെ നമുക്ക് സ്റ്റൈൽ ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. So here what we are going to do is we have an XML document here. XML document ഉണ്ട്. ഇങ്ങനെയാണ് XML document എഴുതിയേക്കുന്നത്. അതിൻ്റെ റൂട്ട് എലമെൻ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻ്റ് ആണ്. ആ സ്റ്റുഡൻറ്റിന് അകത്ത് ഞാൻ എഴുതിയേക്കുന്ന അതിനകത്ത് ഒരു ചൈൽഡ് ടാഗായ നെയിം ഉണ്ട്, അതിനകത്ത് വേറൊരു ചൈൽഡ് ടാഗായ കോളേജ് ഉണ്ട്. അങ്ങനെ സ്റ്റുഡൻറ്റ് ക്ലോസ് ചെയ്തു. സോ ഇവിടെ ഇതിനു വേണ്ടി ഞാനൊരു സ്കീമ ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് CSSൻ്റെ XSD ഫയൽ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് യു ക്യാൻ സീ ഇറ്റ് ഹിയർ, കോംപ്ലക്സ് ടൈപ്പ് ഇത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് വാട്ട് എവർ ദ റൂട്ട് എലമെൻറ്റ് ദാറ്റ് വി ഹാവ്, പേരൻറ്റിനകത്തുള്ള ചൈൽഡ് എലമെൻറ്റ്സ് മാത്രമല്ല നമുക്ക് ഇതിനകത്തുള്ള ചൈൽഡും വാല്യൂവും മാത്രമല്ല, there are some text elements. that is ഞാനിവിടെ I am എഴുതിയിട്ടുണ്ട്, ഫ്രം എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന എല്ലാം ടെക്സ്റ്റ് എലമെൻറ്റ്സ് ആണ്. സോ ഇങ്ങനെ എഴുതുന്ന XML കണ്ടൻസിനെയാണ് നമ്മൾ മിക്സഡ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. മിക്സഡ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻസ് ടെക്സ്റ്റ് ആൻഡ് ഓൾസോ ദി XML ടാഗ് എലമെൻറ്റ്സ്. സോ ഇത് രണ്ടുകൂടെ മിക്സ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഡോക്യുമെൻ്റ് സ്ട്രക്ചർ ചെയ്യുമ്പോൾ ഈ കോംപ്ലക്സ് ടൈപ്പിൻ്റെ അവിടെ വി ഹാവ് ടു സ്പെസിഫൈ ദാറ്റ് ഇറ്റ് ഇസ് എ മിക്സ്ഡ് ടൈപ്പ്. മിക്സ്ഡ് ആണെന്ന് കാണിക്കാൻ വേണ്ടി വി ഹാവ് ടു ടൈപ്പ് മിക്സ്ഡ് ഈക്വൽ ടു true. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ കമ്പൈലർ this will understand that this student element has child element and also text element. So അങ്ങനെ വരുമ്പോൾ ഇവിടെ ടെക്സ്റ്റ് എഴുതിയാലും ഇവിടെ എറർ വരത്തില്ല. സോ ഐ എം ജസ്റ്റ് വാലിഡേറ്റിംഗ് ഇറ്റ്. there is no errors now. സോ ഇനി നമ്മൾ എന്തുവാ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ഡോക്യുമെൻറ്റിനെ എങ്ങനെ സ്റ്റൈൽ ചെയ്യാം യൂസിങ് CSS ഫയൽ. സോ CSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു ഫയലാണ്. ദാറ്റ് ഇസ് യു ക്യാൻ ക്രിയേറ്റ് എ CSS ഫയൽ എക്സ്റ്റേണലി. ഇവിടെ ഞാൻ CSS ഫയൽ യൂസ് ചെയ്യാൻ പോകുന്ന CSS ഫയൽ common.css എന്നാണ്. സോ ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് എ ഫയൽ ലൈക്ക് ദിസ്. ഇനി ഇതിനകത്തുള്ള ഓരോ എലമെൻറ്റ്സ്, ഇവിടുത്തെ ഓരോ എലമെൻറ്റ്സിനെ എങ്ങനെ സ്റ്റൈൽ ചെയ്യുമെന്ന് പറഞ്ഞാൽ ആദ്യത്തെ എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഐ ആം ഹാവിങ് നെയിം ഹിയർ. സോ നെയിമിനെ സ്റ്റൈൽ ചെയ്യണമെങ്കിൽ യു ടൈപ്പ് ദ ടാഗ് നെയിം ആൻഡ് ദെൻ യു ക്യാൻ ഗീവ് ദി സ്റ്റൈൽ നെയിം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്കൊരു ഫോണ്ടാണ് മാറ്റേണ്ടതെങ്കിൽ നമ്മൾ സാധാരണ HTML പഠിച്ച CSS ഫോർമാറ്റ് തന്നെയാണ്. ഇവിടെ സ്റ്റൈൽ എന്നുള്ള ടാഗ് യൂസ് ചെയ്യുന്നതിൽ യു ക്യാൻ ഡയറക്ട്ലി ഗീവ് ദി CSS ഫയൽ. ഫോണ്ട് ഫാമിലിയിൽ ഞാൻ സാൻസ് സെറിഫ് എന്നൊരു ഫോണ്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഫോണ്ട് കൊടുക്കാം. യു വോണ്ട് ടു ചേഞ്ച് ദ കളർ, ഐ ക്യാൻ ചേഞ്ച് ദി കളർ അവിടെ ഞാൻ ബ്ലൂ കൊടുക്കുന്നെങ്കിൽ ബ്ലൂ കൊടുക്കാം. ആൻഡ് ഓൾസോ യു ക്യാൻ ചേഞ്ച് ദി ബാക്ക്ഗ്രൗണ്ട് കളർ വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം. ഇതെല്ലാം കൊടുക്കുന്ന നെയിം എന്ന് പറഞ്ഞ് എഴുതിയേക്കുന്ന ഇതിനകത്തുള്ള വാല്യൂസിനാണ് നമ്മൾ കളർ കൊടുക്കുന്നത്. ദാറ്റ് ഇസ് ബാക്ക്ഗ്രൗണ്ട് കളറായിട്ട് ഐ എം ഗിവിങ് യെല്ലോ കളർ കൊടുത്തു. സോ ഇങ്ങനെ ചെയ്തിട്ട് ഇപ്പം ഞാൻ എൻ്റെ CSS ഫയൽ ചെയ്തു. CSS ഫയലിനെ ഇനി എനിക്ക് ഐ വോണ്ട് ടു ലിങ്ക് വിത്ത് മൈ XML ഡോക്യുമെൻറ്റ്. സോ എങ്ങനെ XML ഡോക്യുമെൻറ്റ് ലിങ്ക് ചെയ്യുമെന്ന് വെച്ചാൽ വി സ്റ്റാർട്ട് വിത്ത് ക്വസ്റ്റ്യൻ മാർക്ക് XML. ഇവിടെ നമ്മൾ സ്റ്റൈൽ ഷീറ്റ് എന്ന് ഹൈഫൺ ഇട്ട് വേണം സ്റ്റൈൽ ഷീറ്റ് എന്ന് എഴുതാൻ. പ്രീവിയസ്ലി നമ്മൾ സ്റ്റൈൽ ഷീറ്റ് എന്ന് എഴുതി ടെക്സ്റ്റ് ഓർ CS എന്ന് എഴുതി. ഇവിടെ സ്റ്റൈൽ ഷീറ്റ് എന്ന് മാത്രം മതി. സ്റ്റൈൽ ഷീറ്റ് കഴിഞ്ഞിട്ട് ഈ സ്റ്റൈൽ ഷീറ്റിൻ്റെ ലൊക്കേഷൻ ഇപ്പോൾ ഈ സെയിം ഫോൾഡറിൽ തന്നെ ക്രിയേറ്റ് ചെയ്തേക്കുന്നതുകൊണ്ട് ആ സ്റ്റൈൽ ഷീറ്റിൻ്റെ വാട്ട് ഇസ് ദ നെയിം ഓഫ് ദാറ്റ് common.css എന്ന് പറയുന്ന ഫയലിനെ നമ്മൾ ലോഡ് ചെയ്തു. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വി ഹാവ് ലോഡഡ് ദി സ്റ്റൈൽ ഷീറ്റ്. ക്ലോസിങ് ഇട്ടില്ല, ദാറ്റ്സ് ദ റീസൺ. We'll start with the same entity. Now it's correct. ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടാൻ വിട്ടുപോയതുകൊണ്ടാണ് അവിടെ എറർ വന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റൈൽ ഷീറ്റിനെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇപ്പോൾ common.css എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ഫയൽ എവിടെയാണോ first.xml കിടക്കുന്നത് അതിനകത്ത് തന്നെയാണ് common.css എന്ന് പറഞ്ഞ ഫയൽ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് ഡയറക്ട്ലി യു ക്യാൻ ഗിവ് ദി നെയിം ഓഫ് ദാറ്റ് CSS ഫയൽ. If it is in some other location, you have to give the
URL, അതായത് ലൊക്കേഷനോട് ചേർത്ത് വേണം എഴുതാം. ഇവിടെ ഞാൻ സ്റ്റൈൽ ചെയ്തേക്കെന്ന് പറഞ്ഞാൽ നെയിം എന്ന് പറഞ്ഞ ടാഗിനകത്തുള്ള കണ്ടൻസ് ഗോപു ദർശൻ എന്നുള്ളതിന് കളർ കൊടുത്തു. അതേപോലെ കോളേജ് എന്ന് പറയുന്നതിനകത്ത് വേറൊരു ടാഗിന് വേറൊരു കളർ ഐ എം ഗോയിങ് ടു പ്രൊവൈഡ്. അങ്ങനെ നമ്മൾ കൊടുത്തു, വേറൊരു കളർ കൊടുത്തു. ഇതേപോലെ യു ഹാവ് മെനി സ്റ്റൈൽ ഷീറ്റ്. സ്റ്റൈൽസിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടെക്സ്റ്റ് കളർ കൊടുക്കാം, ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം. യു ഹാവ് മെനി സ്റ്റൈലിംഗ് മെത്തേഡ്സ് ദാറ്റ് യു ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് ഇൻ ദി തേർഡ് മൊഡ്യൂൾ. ടെക്സ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാം, ദാറ്റ് ഇസ് നിങ്ങൾക്ക് ഓവർലൈൻ ചെയ്യാം, അണ്ടർലൈൻ ചെയ്യാം, ഏത് സ്റ്റൈൽ വേണമെങ്കിലും യു ക്യാൻ ഫോളോ ഹിയർ. ദാറ്റ് ഇസ് ഇവിടെ വന്ന് നമ്മുടെ കോമൺ CSS അത് കൊടുത്താൽ മതി. ഇവിടെ ഞാൻ ടെക്സ്റ്റ് ഡെക്കറേഷനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അണ്ടർലൈൻ കൊടുത്തു കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ ടെക്സ്റ്റിന് അണ്ടർലൈൻ വരും. സോ ഇപ്പോൾ ഞാൻ CSS ഫയലിനെ ഇതിലോട്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞു. ലെറ്റ് സീ ഹൗ ദിസ് XML ഡോക്യുമെൻറ്റ് ലുക്സ് ലൈക്ക്. നമ്മൾ XML ഡോക്യുമെൻറ്റിനെ ഓപ്പൺ ചെയ്യാൻ we'll go to the untitled folder and I think it's first css.xml എന്നുള്ള ഫയലായിരുന്നു. I'm going to open with Google Chrome. Google Chrome യൂസ് ചെയ്താണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. So we can see how the output looks like. There it is. You can see നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആ സ്റ്റൈൽ ചെയ്ത എലമെൻറ്റിന് മാത്രം അതിൻ്റെ ഫോണ്ടും വ്യത്യാസമായി. ബാക്ക്ഗ്രൗണ്ട് കളർ യെല്ലോ ആൻഡ് ഗേവ് ദി അണ്ടർലൈൻ. അത് ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് നേരത്തെ, അണ്ടർലൈൻ യെല്ലോ ബ്ലൂ, അതിൻ്റെ ഫോണ്ടും മാറിയിട്ടുണ്ട്. അതേപോലെ അടുത്ത എലമെൻറ്റിന് നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യണമെങ്കിൽ യു ക്യാൻ ഗോ ഫോർ അടുത്ത കോളേജ് എന്നുള്ള എലമെൻ്റ് ആണെങ്കിൽ ആ എലമെൻറ്റിനെ സ്റ്റൈൽ ചെയ്യുക. സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി ഫോണ്ട് സ്റ്റൈൽ ഇറ്റാലിക് കൊടുത്തു. ഇറ്റാലിക് കൊടുത്തിട്ട് നമ്മൾ ആ ഫയൽ റൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ make it as italic. So this is how we can link a CSS file into the XML document, and we can view the XML file using that CSS file. So CSS already നിങ്ങൾ തേർഡ് മൊഡ്യൂൾ പഠിച്ചിട്ടുള്ള ഏത് സ്റ്റൈൽ വേണമെങ്കിലും you can apply it in this XML document as well. So thank you.